ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണത്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജേർണീൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് ഹജ്ജ് ഹൗസ്. 14th May 2025 നമ്മളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഗേജസ് ഒക്കെ എയർപോർട്ടിൽ ഏൽപ്പിച്ചതിന് ശേഷം അന്നത്തെ ദിവസം ഞങ്ങൾ ഹജ്ജ് ഹൗസിലായിരുന്നു താമസിച്ചത്. അടുത്ത ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നമുക്ക് ഈ സാധനം കയ്യിൽ നിന്ന് ഊരാൻ പറ്റില്ല. ഇതിലുള്ള ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ അടുത്ത ദിവസം, അതായത് May 15th 4 o'clock നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ്. സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റീൻ്റെ അണ്ടറിലാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം പറയണമെന്ന് തോന്നി. അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന സർവീസുകളും അവരെല്ലാ കാര്യം ഓർഗനൈസ് ചെയ്തതൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ. ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. എല്ലാ യാത്രകളുടെയും പോലെ ആയിരുന്നില്ല എനിക്ക് ഈ ഒരു യാത്ര കേട്ടോ. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു അവർ നമ്മളുടെ ഈ ഒരു ഫ്ലൈറ്റ് ടൈമിൻ്റെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 6 hours മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്നും നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സൗദി എയർപോർട്ടിലെത്തി. അവിടെ നമ്മളുടെ മുത്തവഫിൻ്റെ ബസ് നമുക്ക് വേണ്ടി റെഡി ആയിരുന്നു. അതിലും നമുക്കൊരു സ്പെഷ്യൽ ഹദിയ ഉണ്ടായിരുന്നു കേട്ടോ. ഹദിയ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഏതാനും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി നമ്മൾ ഉംറക്ക് വരുന്ന പോലത്തെ ഒരു ഫീൽ അല്ല കേട്ടോ നമ്മൾ ഹജ്ജിന് വരുമ്പോൾ. എല്ലാവരുടെ അടുത്തുനിന്നും എല്ലാ സൈഡിൽ നിന്നും നമുക്കൊരു വാം വെൽക്കമിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കോട്ടയിലുള്ള ഹാജിമാർ മാത്രമേ ഈ പ്രാവശ്യമുള്ളൂ. പ്രൈവറ്റ് സെക്ടേഴ്സിന് ഒട്ടും തന്നെ സീറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വീഡിയോക്ക് വലിയ കണ്ടിന്യൂവേഷൻ ഒന്നും ഉണ്ടാവില്ല. റാൻഡമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സ്, അതുപോലെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സൗദി അറേബ്യ നടത്തിയ ഹജ്ജിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് അവർ നടത്തിയ ഹജ്ജായിരുന്നു ഈ പ്രാവശ്യത്തെ ഹജ്ജ്. കാരണം ഈ ഒരു കാർഡാണ് കേട്ടോ. ഇതാണ് നുസൂക്ക് കാർഡ്. ഈ കാർഡ് ഇല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാനേ അലൗഡ് അല്ല. മാത്രമല്ല ഈ കാർഡ് ഇല്ലാണ്ട് നമുക്ക് ഹജ്ജേ ചെയ്യാൻ പറ്റില്ല. ഈ കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ കാർഡ് കിട്ടുകയുള്ളൂ. ഈ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ ഇല്ലീഗലായിട്ട് അവിടെ നിന്ന് ഹജ്ജ് ചെയ്യാൻ വരുന്നവർക്കൊന്നും ഈ പ്രാവശ്യം എൻട്രി ചെയ്യാൻ പറ്റിയിട്ടില്ല. സൗദി ഗവൺമെൻറ് അതിനു വേണ്ടി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ മിലിറ്ററി ഫോഴ്സും തറോ ചെക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദി ഹജ്ജ് ക്രൗഡൊക്കെ വളരെ കൺട്രോളായിരുന്നു. മത്താഫിലേക്ക് കയറുമ്പോൾ വലിയ ബാക്ക് പാക്സ് ഒന്നും അവരെ അലൗ ചെയ്യാറില്ല കേട്ടോ. അത് പലവർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേരെഴുതി ബാഗ് ഇവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരിവിടെ സേഫായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. ഇതിനി ഫുൾ ടൈം ഉണ്ടോ അതോ ഹജ്ജിൻ്റെ ടൈമിൽ മാത്രമുള്ളൊരു കാര്യമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ഏകദേശം May 15 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഹജ്ജിൻ്റെ ദിവസങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹജ്ജ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനിയും ഏകദേശം 3 ആഴ്ചയോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കുറേ നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും, പിന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ടയേർഡ് ആവാണ്ടിരിക്കാനും, നല്ല ചൂടായതുകൊണ്ട് തന്നെ തണുത്ത സംസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഹറമിലേക്ക് എത്തുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗവൺമെൻറ് കോട്ടയിൽ വരുന്ന സമയത്ത് അസീസിയയിലായതുകൊണ്ട് തന്നെ നമ്മളുടെ ഹറമും അതുപോലെ റൂമും തമ്മിൽ നല്ല ദൂരം ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ അതൊരു പ്രശ്നമേ അല്ല കേട്ടോ. നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ ഒരു ബസ് സ്റ്റോപ്പ്. അവിടുന്ന് 24/7 നമുക്ക് ബസ് അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ കുദായ് ബസ് സ്റ്റാൻഡിലെത്തും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്നും ഇതുപോലെ 24/7 ഹറമിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. അതിലങ്ങനെ പ്രത്യേകം നമ്പറോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് ബസ്സിൽ കയറിയാലും നമുക്ക് ഹറമിൻ്റെ താഴെ, അതായത് ക്ലോക്ക് ടവറിൻ്റെ താഴെ പോയി ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് കുദായ് ബസ് സ്റ്റാൻഡ്. അസീസിയയിലെ പല ഏരിയകളിൽ നിന്നും വരുന്ന ബസ്സുകൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് ഹറമിലേക്ക് ഇഷ്ടം പോലെ ബസ്സുകൾ ഉണ്ടാവും. നമ്പറോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് ബസ്സിൽ വേണമെങ്കിലും കയറിയിട്ട് പോവാം നമുക്ക്. ഹറമിലേക്ക് പോകുന്ന കാര്യം വളരെ ഈസിയാണ്. ഇനി തിരിച്ചു വരുമ്പോഴാണെങ്കിലും ഇവിടെ സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന ഒരു ബസ് നമ്പർ ഉണ്ടാവും. അതായത് ബസ് നമ്പർ 8 അല്ലെങ്കിൽ ബസ് നമ്പർ 7. അപ്പം
കുദായി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളുടെ ഏരിയയിലേക്ക് പോകുന്ന ആ ഒരു നമ്പർ ഉള്ള ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ എത്താൻ പറ്റും. കുദായി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹറമിലേക്ക് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലോക്ക് ടവറിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഇതുപോലെ തന്നെ വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെയാണ് നമ്മൾ അവർ ഡ്രോപ്പ് ചെയ്യുക. ഒരുപാട് പേർക്കൊരു തോന്നലുണ്ട് ഗവൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ താമസവും കാര്യങ്ങളൊക്കെ വളരെ ദൂരമായതുകൊണ്ട് ഹറമിലേക്ക് ഉള്ള ആക്സസിബിലിറ്റി കുറയുമെന്നുള്ളത്. പക്ഷെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഹറമിൻ്റെ ഏറ്റവും അടുത്ത് തന്നെ എത്തിപ്പെടാൻ പറ്റാവുന്ന രീതിയിലാണ് അവർ ഈ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്കിന്ന് ഏകദേശം അസർ നിസ്കാരത്തിനുള്ള സമയമായിട്ടുണ്ട്. അസർ നിസ്കാരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഹറമിലേക്ക് എത്തിയതാണ്. അസറിൻ്റെ ടൈം ആണെങ്കിലും മഗ്രിബിൻ്റെ ടൈം ആണെങ്കിലും ഒക്കെ നല്ല ചൂടാണ്. ശരിക്കും പറഞ്ഞാൽ സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇഷാ ഒക്കെ ആകുമ്പോഴാണ് ആ ഒരു ചൂടൊന്ന് കുറയുന്നത്. ഹറമിൽ ബാങ്ക് കൊടുക്കണ കേൾക്കാൻ എന്ത് രസാലേ. അപ്പോൾ അസർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ബാങ്ക് ഒന്ന് കേട്ടാലോ. أشهد أن لا إله إلا الله أشهد أن لا حي على ഏകദേശം മഗ്രിബിൻ്റെ ഒക്കെ സമയമായപ്പം ക്ലോക്ക് ടവറിലെ പള്ളിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഹജ്ജിൻ്റെ സമയം അടുക്കാനായതുകൊണ്ട് തന്നെ പള്ളിയൊക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ ഏറ്റവും അപ്സ്റ്റെയറിലൊക്കെ അവരെ ആളുകളെ അലൗ ചെയ്യുക രാത്രി മാത്രം കേട്ടോ. പകൽ സമയം അതുപോലെ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ ഏരിയാസൊക്കെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഹജ്ജിൻ്റെ സമയം അടുക്കാനായപ്പോഴത്തേക്കും തിരക്കും കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ പല പല രാജ്യങ്ങളിൽ നിന്നും വന്നിങ്ങനെ
ഹറമിലേക്ക് കയറുന്നതും, അതായത് അവർ പല ടൈപ്പ് ഡ്രസ്സിലും കാര്യങ്ങളിലൊക്കെ ആണല്ലോ വരിക. ഓരോ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഈ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഡ്രസ്സിങ്ങിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിങ്ങനെ കയറുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഏകദേശം ഹജ്ജിന്റെ സമയം അങ്ങോട്ട് അടുക്കുമ്പോഴാണ് കേട്ടോ നമുക്കും തന്നെ ഈ മിനയിലായാലും അറഫയിലായാലും മുസ്ദലിഫയിലായാലും നമ്മളുടെ 10 നമ്പർ അതുപോലെ ഗേറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുക. അപ്പോൾ അതൊന്ന് മുൻകൂട്ടി എവിടെയൊക്കെയാണെന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഏകദേശം ഒരു സുബഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിക്ക് ഒന്ന് മിന, അറഫ, മുസ്ദലിഫ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് തന്നിട്ടുള്ള ഗേറ്റ് നമ്പേഴ്സൊക്കെ എവിടെയാണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണൊരു യാത്ര കേട്ടോ. നമ്മൾ കുറച്ച് വോളണ്ടിയേഴ്സും നമ്മളെ കൂടെ നമ്മളുടെ SHI ഉണ്ടായിരുന്നു. SHI എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ. ഞങ്ങളുടെ SHI മിസ്റ്റർ വാഹിദ് ആയിരുന്നു കേട്ടോ. ആളൊരു ടീച്ചറാണ്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും സിൻസിയർ ആയിട്ടും നമ്മൾ പുറപ്പെട്ടത് മുതൽ തിരിച്ച് നാട്ടിലെ എയർപോർട്ടിൽ എത്തുന്നത് വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അറഫയിലേക്കാണ്. ഒരു 4-5 മാസം മുന്നേ ഞാൻ ഇതേ സ്ഥലത്തേക്ക് ഉംറയ്ക്ക് വന്നപ്പോൾ ഈ ഒരു ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അന്ന് ഇതിൻ്റെ ഒരു ഫ്രെയിം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഹജ്ജിനായിട്ട് അവർ കംപ്ലീറ്റ്ലി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൗദി ഗവൺമെൻറ് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കാനും അതുപോലെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഏകദേശം 8 10 കൂളേഴ്സ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള അവർക്കായിട്ടുള്ള ഒരു ബെഡ് സ്പേസ്, അതുപോലെ ഒരു ബെഡ്ഷീറ്റ്, ഒരു ബെഡ് കവർ, അതുപോലെ ചെറിയൊരു പില്ലോ, ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അറഫയിലെ മസ്ജിദുൻ നമീറ. ഇതിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ വർഷത്തിലാകെ ഒരൊറ്റ ദിവസം മാത്രം പ്രവർത്തിക്കുന്ന പള്ളിയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് പള്ളി ഒന്ന് അടുത്തുനിന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി പള്ളി ഇന്ന് ഓപ്പൺ അല്ല. ഇനിയിപ്പോൾ അറഫൻ്റെ ദിവസത്തിലായാലും നമുക്ക് ഈ പള്ളിയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മളെ ടെൻറ്റ് പള്ളിയായിട്ട് വളരെ ദൂരെയായിരിക്കും. മാത്രമല്ല ഈ പ്രാവശ്യം റൂൾസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ചൂടിൻ്റെ കാഠിന്യം വളരെ അധികമായതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും, അതായത് ആഫ്റ്റർനൂണിലും അതുപോലെ ഡേ ടൈമിലൊന്നും അറഫയിൽ നമ്മൾ ടെൻറ്റുകളിൽ നിന്നും പുറത്ത് ഇറങ്ങരുതെന്ന് അവർ കർശനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഈ അറഫൻ്റെ ദിവസം കുറേ ആളുകൾ നമ്മളുടെ അറഫയിലെ ജബലുർ റഹ്മൻ്റെ അവിടെ പോയി നിന്ന് തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി ടെൻറ്റിൻ്റെ പുറത്തിറങ്ങും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ചൂടത്ത് ഒരു അരമണിക്കൂർ പോലും നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഡീഹൈഡ്രേറ്റഡായി നമ്മൾ വീക്കായി പോവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനും നമ്മളെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് അവരങ്ങനെ റൂൾസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഹജ്ജായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യവും നല്ല ആവതുള്ള സമയത്തും തന്നെ വന്നിട്ട് ഹജ്ജ് ചെയ്യണം. അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരുപാട് നടക്കാനും അതുപോലെ ഫിസിക്കലി നമ്മൾ നല്ല ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഹജ്ജിന് പോയ പല ആളുകളുടെ അടുത്തും ചോദിക്കുന്ന സമയത്ത് അവരുടെ അടുത്തു നിന്നൊക്കെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹജ്ജ് എന്നുള്ളതാണ് എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. നമ്മളെ ഹജ്ജും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടെ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി നടന്ന് പോവാനുള്ളവർക്കുള്ള ആ ഒരു ഫുട് പാത്താണ് കേട്ടോ ഈ കാണുന്നത്. അതായത് അറഫേന്ന് ഇത്രയും ആളുകൾ ആ ഒരൊറ്റ ക്രൗഡിൽ നിന്നും ഒരേ സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവും. ആ തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകൾക്ക് അവർ മെട്രോ പ്രൊവൈഡ് ചെയ്യും. കുറച്ച് ആളുകൾക്ക് അവർ ബസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ബസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴും റോഡിൽ അതിൻ്റേതായിട്ടുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു സമയത്തിന് അവിടെ എത്തിപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതായത് മുസ്ദലിഫയിൽ. അപ്പോൾ കുറേ ആളുകൾ നടന്നു പോകും. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ലക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെട്രോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മക്തബ് നമ്പർ 25ൻ്റെ അണ്ടറിൽ വരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ 19 ടു 25 അതോ 30 വരെയുള്ള അത്രയും മക്തബുകൾക്ക് അവർ
മെട്രോൻ്റെ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ അറഫയിലായാലും മുസ്ദലിഫയിലായാലും ഒക്കെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടായിരുന്നു നമ്മളുടെ ടെൻറ്റുകൾ കേട്ടോ. ഇതാണ് ന്യൂ മിന. അതുപോലെ ഇതൊക്കെ മിനയിലുള്ള മെട്രോ സ്റ്റേഷനാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വർഷത്തിൽ 6 ദിവസം മാത്രം വർക്ക് ചെയ്യണ മെട്രോസാണ്. അപ്പം അങ്ങനെ വർഷത്തിൽ 6 ദിവസം മാത്രം വർക്ക് ചെയ്യണ ഒരു മെട്രോയിൽ കയറാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. പിന്നെ നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിൽ കയറുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഗ്രൂപ്പ്സ് ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടി നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും വഴി തെറ്റിപ്പോകും. മാത്രമല്ല മെട്രോ സ്റ്റേഷൻ ഇറങ്ങാനുള്ള സ്റ്റേഷനൊന്നും മാറിപ്പോവരുത്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമുക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോൺ എപ്പോഴും ഫുള്ളി ചാർജ്ഡ് ആയിട്ട് വെക്കണം. മാത്രമല്ല ഈ ഹജ്ജിൻ്റെ സമയത്തൊക്കെ ഈ സൗദിയിൽ സിമ്മിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാവരുടെ അടുത്തും ഒരു ഫോണും അതുപോലെ ഒരു സൗദി സിമ്മും മസ്റ്റാണ്. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മളെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം നമ്മളെ ഫോണും അതുപോലെ നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ട് നിൽക്കുക. ഈ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വഴി തെറ്റിയാലും നമ്മളൊരു 4-5 ആൾ ഒരുമിച്ചുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് മൂവ് ചെയ്യാൻ തന്നെ നോക്കുക. അപ്പോൾ ഇതാണ് മിന. മിന എന്ന് പറഞ്ഞാൽ ടെൻറ്റുകളുടെ ഒരു കൂടാരാണ്. ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിതൊരു കുഞ്ഞിയായിട്ടേ തോന്നുള്ളൂ. പക്ഷേ വലിയ വലിയ ടെൻറ്റുകളാണിത്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. പുറത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ ഈ പോയിന്റഡ് സാധനം മാത്രമേ കാണുന്നുള്ളൂ. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ടെൻറ്റുകളാണ്. പിന്നെ അത്യാവശ്യം ഉച്ച സമയത്ത് അവർ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല എയർ കണ്ടീഷനൊക്കെ നല്ല അടിപൊളിയാണ്. എന്നാലും അവിടുത്തെ ചൂടിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മളിങ്ങനെ വെന്ത് പോകും കേട്ടോ. പിന്നെ നമ്മൾ മിനയിലാണ്, അതായത് മിനയിലെ ടെൻറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ടെൻറ്റ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിനി ഗവൺമെൻറ് കോട്ടയിൽ വരുമ്പോൾ നമ്മളുടെ താമസ സൗകര്യമൊക്കെ എങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. നമ്മൾ മിക്സഡ് ആയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻകൺവീനിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാനൊരു ബെഡ്ഷീറ്റ്, നമുക്കൊരു ചെറിയൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ചെയ്യാം കേട്ടോ. പല റൂമുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബെഡ്ഷീറ്റ് ജസ്റ്റ് ഒരു മറയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറം ഇപ്പുറമുള്ള ആളുകൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലേഡീസ് വേറെയും ജെൻസ് വേറെയൊക്കെ ആയിട്ട് നമുക്ക് റൂമുകൾ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങളെ റൂംമേറ്റ് അബ്ബാസ് മാഷാണ്. റിട്ടയർഡ് DEO ആണ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ. മാഷ വൈഫും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ നമ്മൾ 50 ദിവസം ഒരുമിച്ച് നിന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഫാമിലി പോലെയാണ്. ഞങ്ങൾ 7 പേരുള്ള റൂമായതുകൊണ്ട് തന്നെ വലിയ റൂമായിരുന്നു. നമ്മളെ വാഷ്റൂം പുറത്തായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. നല്ല വിശാലമായ ബിൽഡിംഗ് ആണ്. അതുപോലെ വിശാലമായ റൂംസാണ്. വൈഫൈ ഉണ്ടായിരുന്നു. ഇതുപോലെ എല്ലായിടത്തും AC ഉണ്ട്. പിന്നെ കൂളേഴ്സ്. അതുപോലെ നമ്മളെ വാഷ്റൂംസ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസും ആയിരുന്നു. ഇനീഷ്യലി 7 പേര് അതുപോലെ പുറത്ത് വാഷ്റൂം എന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് ശരിയായി. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ. ഓൾമോസ്റ്റ് ഒരു 20-25 ആൾക്ക് ഒരു കിച്ചണാട്ടോ ഉള്ളത്. പിന്നെ ഇതുപോലെ വലിയൊരു ഫ്രിഡ്ജും ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേര് കയറി കുക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാമെന്ന് പറഞ്ഞ പോലെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലോറിൽ തന്നെ 2 വിങ് ഉള്ള പോലെയാണ്. ഇപ്പം ഒരു 1 സൈഡാണ് ഞാൻ കാണിച്ചത്. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലോറിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കും ഉണ്ട്. ഇതേപോലെ 4-5 റൂംസ് ഉണ്ട്. അതിലൊരു വലിയ റൂമുണ്ട്. പിന്നെ അവർക്കും ആ സൈഡിലൊരു കിച്ചൺ ഉണ്ട്. അപ്പം ഓരോ ഫ്ലോറിലും ഇതുപോലെ 2 വിങ്സ് ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിങ്. എല്ലാ ബിൽഡിങ്സും സെയിം അല്ല കേട്ടോ. പല ബിൽഡിങ്സും പല രീതിയിലാണ്. ഇതിനേക്കാളും സൗകര്യം ഉള്ള ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ 5 പേരുള്ള റൂമുണ്ട്, 4 പേരുള്ള റൂമുണ്ട്, പിന്നെ ഇതുപോലെ 7 പേരുള്ള റൂമുണ്ട്. പിന്നെ നമുക്ക് അലക്കാനും അലക്കിയിട്ട് ആറിടാനൊക്കെ ഉള്ള സൗകര്യം ടെറസിലുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയത് മുകളിൽ നമ്മൾ ടെറസിൽ നമുക്ക് 3 വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. നല്ല സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണ വാഷിംഗ് മെഷീൻസ് ആയിരുന്നു. ഇത് എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിൽഡിംഗ് നമ്പർ 345-ലാണ്, അസീസിയ.
ബിൽഡിങ്ങിൻ്റെ അടിയിൽ ബിൽഡിംഗ് നമ്പർ എഴുതിയിട്ടുണ്ടാവും. ഏത് രാജ്യക്കാരാണോ താമസിക്കുന്നത് അതിൻ്റെ ഫ്ലാഗും ഉണ്ടാവും. നമ്മളുടെ ഈ ഒരു ഏരിയയിൽ അധികം ഇന്ത്യൻസ് ആൻഡ് പാകിസ്ഥാനീസ് ആണ് കേട്ടോ. പിന്നെ നമുക്കൊക്കെ ഓരോ മക്തബ് നമ്പറും അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. ഞങ്ങൾ മക്തബ് നമ്പർ 25 ആയിരുന്നു. അവരാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നത്. ഹജ്ജിൻ്റെ സമയത്ത് നമുക്ക് നമ്മളുടെ ബിൽഡിങ്ങിൽ നിന്നും മിനയിലേക്കുള്ളതും അതുപോലെ മിനയിൽ നിന്ന് മുസ്ദലിഫിലേക്കുള്ളത്, അറഫയിലേക്കുള്ള അങ്ങനത്തെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും, അതുപോലെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് ഇൻഫർമേഷൻസ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഇനി ഹജ്ജിന് പോകാനുള്ളവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.